നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കല, സാഹിത്യ, സാംസ്കാരിക വിഷയങ്ങളിൽ ഇതിനോടകം തന്നെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറാണ് ഇന്നത്തെ മായാക്കാഴ്ചകളിൽ നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒപ്പം മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും മായാക്കാഴ്ചകളുമായി പങ്കുവയ്ക്കാം. നാട്ടുമൊഴി ചന്തം എന്ന സ്വന്തം കയ്യെഴുത്ത് കൃതിയിലൂടെ മലയാള മനസ്സിനെ കീഴടക്കിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് മായാക്കാഴ്ചകളുടെ നമ്മോടൊപ്പമുള്ളത്. ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ സാർ. സാർ നമസ്കാരം. ഈ നാട്ടുമൊഴി ചന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെത്രയോ ചന്തമുള്ളതായിട്ട് തോന്നുന്നു. എന്താണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരാനുള്ള കാരണം? മലയാള ഭാഷയിൽ രണ്ട് തരത്തിലുള്ള ഭാഷയുണ്ട്. ഒന്ന് അച്ചടി ഭാഷയെന്ന് നമ്മൾ പറയും. അതിൻ്റെ യഥാർത്ഥ പേര് മാനക ഭാഷ എന്നാണ്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ജനങ്ങൾക്ക് കേട്ടാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി മനസ്സിലാകുന്ന വിധത്തിൽ എഴുതുന്നതാണ്. തെറ്റില്ലാത്ത ഭാഷയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നതും തെറ്റില്ലാത്തതുമായ ഭാഷയാണ് മാനക ഭാഷ. അത് പ്രസംഗങ്ങളിലും ക്ലാസ് മുറികളിലെ അധ്യാപനത്തിലും ഒക്കെ വേണ്ടതാണ്. പത്രക്കാർ മാനക ഭാഷയാണ് എഴുതേണ്ടത്. ഇല്ലെങ്കിൽ തിരുവനന്തപുരം പത്രത്തിലുള്ള തിരുവനന്തപുരം ഭാഷ എഴുതിയാൽ തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ, വടക്കോട്ടുള്ളവർക്ക് അത് മനസ്സിലാവില്ല. മാനക ഭാഷയൊന്ന്. മറ്റൊന്ന് നമ്മുടെ വീട് മുതൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന ഭാഷ. ഇത് രണ്ടും ശുദ്ധമായ മലയാളമാണ്. അത് പലരും പറയും ഈ നാട്ടുഭാഷ എന്ന് പറയുന്നത് മോശമാണെന്ന്. മോശമല്ല. നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് അമ്മയെ വിശക്കുന്നു, എനിക്ക് ഭക്ഷണം തരൂ എന്ന് ആരും പറയാറില്ല. അമ്മച്ചി വയറ് വയ്ക്കണോ, എല്ലാം തരിക അമ്മച്ചി, അത് മതി. അതാണ് ഒന്നാന്തരം ഭാഷ. പെട്ടെന്ന് ആശയം മനസ്സിലാകും, ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ പൊതുവേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ മാനക ഭാഷയ്ക്ക് പകരം ഈ നാട്ടുമൊഴി അവിടെ എടുത്ത് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പോൾ സിനിമകളിലൊക്കെ വരുന്ന ആ ഭാഷ പലർക്കും വടക്കൻ ഭാഷയൊക്കെ നമുക്ക് തെക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പിന്നെ ഇപ്പോൾ ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. എങ്കിൽ പോലും നമ്മുടെ ഭാഷയിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അതാണ് എന്നെ പ്രേരിപ്പിച്ച ഈ നാട്ടുമൊഴി കണ്ടെത്താൻ പ്രേരിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഭാഗത്തുമുള്ള നാട്ടുമൊഴികൾ, നമ്മൾ വീട്ടിൽ പറയുന്ന മൊഴികൾ, കൂട്ടുകാർ തമ്മിൽ പറയുന്ന മൊഴികൾ, ഈ പണിയിടങ്ങളിൽ പറയുന്ന മൊഴികൾ, അതൊക്കെ പോയി. പണിയിടങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കും ഇപ്പോൾ കുട്ടികൾക്കറിയില്ല, പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പോൾ ആശാരിപ്പണി നടത്തുന്ന ഒരു സ്ഥലത്ത് അവരുപയോഗിക്കുന്ന ഭാഷ ആർക്കെങ്കിലും ഇന്നറിയാമോ? ഇന്ന് ആശാരിപ്പണി കുറവാണ്. എല്ലാം യന്ത്രം വെച്ചുള്ള പ്രവർത്തനമാകുകൊണ്ട് ഭാഷയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഷ നശിച്ചുകൊണ്ടിരിക്കുന്നു, നാട്ടുമൊഴി. അതിനൊരു പ്രത്യേക ചന്തമുണ്ട്, അത് പറയാതിരിക്കാൻ ഒക്കില്ല. അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അവരവരുടേതായ നാട്ടുമൊഴിയിലുള്ള ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ള മനസ്സിലുള്ള ഒരു കുളിർമ, അത് നാട്ടുമൊഴിക്കേ ഉള്ളൂ. അച്ചടി ഭാഷയ്ക്ക് അത് ഉണ്ടാകണമെന്നില്ല. നാട്ടുമൊഴിക്ക് ആ ചന്തമുണ്ട്. അതുകൊണ്ട് അത് ശേഖരിച്ച് അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തി എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. നാട്ടുമൊഴികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാഹസമായിരുന്നു. അതോടൊപ്പം അത് സ്വന്തം കൈപ്പടയിൽ എഴുതി പിടിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു സാഹസം. അത് കുട്ടിക്കാലം മുതലേ എഴുത്തിൻ്റെ കാര്യത്തിൽ കുടുംബപരമായിട്ട് തന്നെ മുകളിലാണ്. ശരിയായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതണമെന്നുള്ള വാശിയാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ കൈയക്ഷരം നല്ല കൈയക്ഷരമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കൈയക്ഷരം ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു. കാരണം ഞാൻ
പഠിപ്പിച്ചത് മുഴുവൻ മലയാള ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ ശരിയായി തന്നെ കുട്ടി മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ട് സമയമെടുത്തായിരുന്നാൽ ആ രൂപത്തിൻ്റെ മാറ്റം വരുത്താതെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ പിന്നെ ഭാഷയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാതെ പ്രയോഗിക്കണം. അതിന് പിന്നെ കയ്യെഴുത്ത് നല്ല ഭംഗിയായിട്ട് എഴുതിയാൽ മാത്രമേ കഴിയൂ. പിന്നെ ഞാൻ എന്തെഴുതിയാലും ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാശിയും കൂടെ ഉണ്ട്. നല്ലവണ്ണം എഴുതണം, ഭംഗിയായിട്ട് എഴുതണം. പകർത്തി എഴുത്തെന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്, ഇപ്പം ഇല്ല. ഭാഷ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യത്തിൽ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, കുട്ടിയുടെ കൈയക്ഷരം നല്ലതാകാനും ആ അക്ഷരം കുട്ടിയുടെ മനസ്സിൽ നല്ലവണ്ണം ഉറയ്ക്കാനും വേണ്ടിയുള്ള പകർത്തി എഴുത്ത്. 2 വരെയുള്ള ബുക്കിനകത്ത് അക്ഷരങ്ങൾ ഭംഗിയായിട്ട് പകർത്തി എഴുതുന്ന രീതി ഞാൻ പഠിച്ചപ്പോഴുമുണ്ട്, ഞാൻ പഠിപ്പിച്ചപ്പോഴുമുണ്ട്. ഇപ്പോൾ അതില്ല. അത് ഒരു പരിഷ്കാരം വന്നപ്പോൾ എടുത്തു കളഞ്ഞു. അതുപോലെ ഒന്നാണ് കേട്ടെഴുത്ത്. കേട്ടെഴുത്തിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ പ്രയോജനം. ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് ഏത് അക്ഷരമാണെന്ന് തിരിച്ചറിയാൻ കേൾവിയിലൂടെ തിരിച്ചറിഞ്ഞിട്ട് അതേ അക്ഷരം തന്നെ പകർത്തി എഴുതാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുകയാണ്. അക്ഷരബോധം, അതിൻ്റെ ഉച്ചാരണ ബോധത്തിലൂടെ മനസ്സിലാക്കുക. അതിന് ഇപ്പോൾ അത് 2 എടുത്തു കളഞ്ഞു. വ്യാകരണം ഇപ്പോൾ പഠിപ്പിക്കുന്നതേ ഇല്ല. ഇപ്പോൾ പുതിയ സിലബസിലും വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വ്യാകരണം പഠിപ്പിച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നത് മുഴുവൻ തെറ്റായിരിക്കും. ഭാഷാപരമായ എല്ലാ കാര്യങ്ങളും തെറ്റായിരിക്കും. വ്യാകരണം പഠിക്കാത്ത അധ്യാപകരാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഈ പ്രൈമറി ക്ലാസ്സുകളിൽ. അവർ വ്യാകരണം അറിയാത്തത് കൊണ്ട് അവർക്ക് തോന്നിയ രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പത്രക്കാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എനിക്കൊരു ദുശീലവും കൂടെ ഉണ്ട്. ഈ പത്രം വായിക്കുമ്പോൾ അതിൽ തെറ്റുള്ള അത്രയും ഞാൻ കുറിച്ചെടുക്കും. അതൊരു പുസ്തകമാക്കി ഇപ്പോൾ ഞാൻ പ്രിൻറ്റിങ്ങിന് കൊടുത്തുകയാണ്. മാധ്യമങ്ങളിലെ മലയാള ഭാഷ പുസ്തകമൊക്കെ കൊടുത്തിരിക്കുകയാണ്. പുസ്തകമാക്കി പ്രിൻറ്റിങ്ങിന് കൊടുത്തേക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഭാഷ ശരിക്ക് കൈകാര്യം ചെയ്യുന്നതിന് നല്ല കൈയക്ഷരം വേണം, നല്ല ഉച്ചാരണം വേണം, നല്ല വായന വേണം. ഭാഷ 3 തരത്തിലാണ് നമ്മൾ കേൾക്കുകയും പറയുകയും എഴുതുകയും. ആദ്യം പഠിക്കാനുള്ളത് കേൾക്കാനാണ്. അതാണ് താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അതിനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പഠനത്തിൻ്റെ രീതിയിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ കൊണ്ട് ഉറക്കെ കൂവിക്കും. അപ്പോൾ പലരും ചോദിക്കും, എന്തിനാണ് കൂവിക്കുന്നത്, എങ്ങനെ? ഞാൻ പറഞ്ഞു, കുട്ടി ഉറക്കെ സംസാരിച്ചാൽ മാത്രമേ അക്ഷരങ്ങൾ ശുദ്ധിയോടെ ഉച്ചരിക്കാൻ കഴിയൂ. ഇപ്പോൾ ക, ഖ, ഗ, ഖ ഇത് വരണമെങ്കിൽ അവൻ്റെ ശബ്ദം മുകളിലിരിക്കണം. അല്ലാതെ ഇപ്പം പണ്ടത്തെ പോലെ കായ്ക്ക പറഞ്ഞാണ് എല്ലാവരും പഠിപ്പിച്ചു വച്ചേക്കുന്നത്. അതിൻ്റെ കുഴപ്പമാണ് മുഖം ഏതാണെന്ന് നഖം ഏതാണെന്ന് അറിയില്ല. മുഖം അറിഞ്ഞുകൂടാ. മുഖത്തിന് വെറും കാ മതി, മുഖത്തിന് കുറച്ചുകൂടെ കട്ടി വേണം. ഗരുഡൻ എന്നുള്ളതിന് താഴ്ന്നു വന്നാൽ മതി. ആ ശബ്ദ വൈവിധ്യം ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലുണ്ട്. 51 അക്ഷരത്തിനും 51 ഉച്ചാരണമാണ്. അതങ്ങനെ അല്ല പലരും ഇപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേട്ടെഴുത്തും അതുപോലെ കൈയക്ഷരം നന്നാകാനുള്ള പിന്നെ പകർത്തി എഴുത്തുമൊക്കെ പിന്നെ വ്യാകരണവും ഉപേക്ഷിക്കരുത് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുറേയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് മന്ത്രിയായപ്പോൾ തന്നെ ഒരു കത്തെഴുതി. അപ്പോൾ അതിലുള്ള ആദ്യത്തെ അദ്ദേഹം പിറ്റേ ദിവസം പ്രഖ്യാപിച്ചു, എല്ലാ പാഠപുസ്തകങ്ങളിലും മലയാള അക്ഷരമാല വേണം. നമ്മുടെ പഠന രീതിയിൽ തന്നെ ഒരു വ്യത്യാസം നേരത്തെ വരുത്തി കളഞ്ഞു. എന്തെന്നറിയാമോ? ആശയങ്ങളിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോകുന്ന ഒരു പുതിയ രീതി കൊണ്ടുവന്നു. ഏതോ ഒരു മഹാപണ്ഡിതൻ അത് നല്ലതാണെന്ന് എഴുതിയപ്പോൾ അതിൻ്റെ പിറകെ പോയി അത് പരീക്ഷിച്ച് നോക്കിയില്ല. ആശയങ്ങളിൽ നിന്ന് അക്ഷരത്തിലേക്കല്ല വരാനുള്ള, അക്ഷരങ്ങളിൽ നിന്ന് ആശയത്തിലേക്കാണ് പോകേണ്ടത്. എങ്കിലേ അക്ഷരം ഉറയ്ക്കൂ, മറ്റേ അക്ഷരം ഉറക്കില്ല. അതിൻ്റെ തകരാറ് ആണ് ഇപ്പോൾ പലരും പിന്നെ അക്ഷരശുദ്ധിയില്ലാതെ ഉച്ചരിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മലയാളം അക്ഷരം വായിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതാണ്. അപ്പം അതിന് ഇപ്പോൾ നമ്മൾ മലയാള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 51 അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ ആ മുതൽ ഔ വരേ ഉള്ളൂ. ആ അക്ഷരമാലയിൽപ്പെട്ടതല്ല. അത് പിന്നീട് പറഞ്ഞു കൊടുക്കാം.
അത് ഔവരെയുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വാ തുറന്നിരിക്കണം. ആ എന്ന് പറയുമ്പോൾ വാ തുറക്കണം. ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ വരണം. ഊ എന്ന് പറയുമ്പോൾ ചുണ്ടെങ്ങനെ വരണം. ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ പറയിപ്പിക്കുമ്പോൾ വാ തുറന്നേ പറയിക്കൂ, തൊണ്ട ഉപയോഗിച്ചേ പറയിക്കൂ. ഇപ്പോൾ മണലിൽ എഴുതിയിട്ട് ആ അക്ഷരം ഉച്ചരിക്കും, ഞാൻ ഉച്ചരിച്ചു കൊടുക്കും. അത് കുട്ടി അതുപോലെ ഉച്ചരിക്കണം. അപ്പം അതിന് ശബ്ദം വേണം. ശബ്ദം ഉണ്ടെങ്കിലേ അത് ശരിക്ക് പറയാനൊക്കെ. അതിനാണ് കൂവിക്കുന്നതും ഉറക്ക വിളിപ്പിക്കുന്നതും ഒക്കെ. ഈ നാട്ടുമൊഴി ചന്തം ആ. അത് സ്വന്തം കൈപ്പടയിലാണ്. ആ. ഇത് പ്രേക്ഷകർക്ക് അത് ഒന്ന് കണ്ടാൽ കൊള്ളാം. എന്താണ് ഇതിലോട്ട് വഴി തെളിച്ചത്? ഇത് ഒഴിച്ചത് സാധാരണയായിട്ട് ഒരു പ്രിന്റിങ്ങിലോട്ടാണ് എല്ലാവരും പോകാൻ തയ്യാറുള്ളത്. അതെ. സാറിപ്പോ ഇത് സാറിന്റെ ഞാൻ ഇതിനൊരു പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ സ്ക്രിപ്റ്റ് A4 സൈസ് പേപ്പറിൽ എഴുതി സാറിന് അന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് കൊടുത്തത്. അപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് കാർത്തികൻ നായർ സാറായിരുന്നു. സാറ് ഇത് ഇങ്ങോട്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ, ആ ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചെടുക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു സാർ അതങ്ങനെ പറ്റുമോ? ആ ഇപ്പോൾ പുതിയ യന്ത്ര സാമഗ്രികളൊക്കെ ഉള്ളതുകൊണ്ട് അത് പറ്റും. ഞാൻ പറഞ്ഞു, പിന്നെ ഒരു കുഴപ്പമില്ല സാറേ, ഇത് A4 ഇത്രയും വലുപ്പം ഒരു പുസ്തകത്തിന് അതൊരു അഭംഗിയല്ലേ എന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അളവ് അദ്ദേഹം ഒരു പുസ്തകം എടുത്ത് തന്നിട്ട് ഈ അളവിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വീണ്ടും എഴുതി. അപ്പോൾ അവിടെ വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും എഴുതി കൊണ്ടുവന്നത്. അതിന് 3 മാസം എടുത്തു. ആ 3 മാസം കൊണ്ട് എഴുതി സാറിൻ്റെ കൊണ്ട് കൊടുത്തു. അതുപോലെ അച്ചടിച്ചു. ഇതിനകത്തുള്ളതിൽ ഈ മുദ്ര ഒഴിച്ച് ബാക്കി മുഴുവൻ എൻ്റെ കൈയക്ഷരമാണ്. ഈ മുദ്ര ഒഴിച്ച് ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുദ്രയാണ്. അതിൻ്റെ ബാക്കി മുഴുവൻ ഇതല്ല, ഇത് സർവവും സാറിൻ്റെ പിന്നെ ഒരു ആമുഖം, ഇതെൻ്റെ ബയോഡേറ്റ, ഇത് ആമുഖം ഞാൻ എഴുതി, കാർത്തികൻ നായർ സാർ എഴുതിയത്, സാർ എഴുതി തന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് അതിൽ കൂടെ എഴുതി. ഇതെല്ലാം അതിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് അന്ന് എഴുതിയതാണ്. അതാണ് നാട്ടുമൊഴി. ഈ മൊഴികളുടെ ഡെഫിനിഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഈ വരയും ഒക്കെ ഇട്ട് ഒരു ആർട്ട് പോലെ കൊടുത്തത് എങ്കിലേ ഭംഗിയാവുകയുള്ളൂ എന്ന് വിചാരിച്ചു. ഇത് ഇപ്പം അങ്ങനെ ഓരോ അക്ഷരം അനുസരിച്ച് എഴുതി കൊടുത്തതാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് കണ്ട അവിടുത്തെ ആളുകൾ, അന്ന് സന്നിഹിതരായിരുന്ന ആളുകൾ പറഞ്ഞത്, ഇതൊരു പുതിയ പുസ്തകമാണല്ലോ, നമ്മൾ ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. പിന്നെ പണ്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു, അത് ശരിയായിരിക്കും. പണ്ടത്തെ ആളുകളെ അതല്ലേ മാർഗമുള്ളൂ, എഴുതി പുസ്തകമായിട്ട് ഇറക്കിയിരിക്കും. പക്ഷെ അതൊന്നും ഇപ്പോൾ നിലവിലില്ലല്ലോ. ഇപ്പോൾ നിലവിലുള്ളതിൽ ഇതാണ് ഒരു പുസ്തകം. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഇതൊരു പുതിയ സംരംഭമാണ്. ഈ സംരംഭമല്ല ഇത് പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, ഇത് എല്ലാ നാട്ടിലുമുള്ള വാക്കുകളില്ല ഇതിൽ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കിട്ടുന്നിടത്തു നിന്നൊക്കെ ഞാൻ സ്വരൂപിക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ മരുമകളെ അമ്മയെ കാണാൻ ഒരു സ്ത്രീ വന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പഴയ ഇത്തിരി വയസ്സായ സ്ത്രീയാണ്. ഇവരെ കാണാനാണ് വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ച് ഇന്നാരുണ്ടോയെന്ന് പറഞ്ഞു അകത്ത് വന്നു. അപ്പോൾ എനിക്ക് അവരുടെ ആദ്യത്തെ ഭാഷണത്തിൽ തന്നെ ഇതിൽ നമുക്ക് ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനൊരു പേനയും പെൻസിലുമായിട്ട് അവിടെ ഇരുന്നു, അവരപ്പുറത്തിരുന്ന് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. 113 വാക്കുകൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടി അന്ന് ഒറ്റ ദിവസത്തെ ഒരു 2 മണിക്കൂർ സംസാരത്തിനിടയ്ക്ക്. അല്ല അതും ഇതിനകത്ത് അതാണ് നാട്ടുമൊഴി. അങ്ങനെയാണ് ശേഖരിക്കുന്നത്. പിന്നെ കുട്ടികൾ പറയുന്നതൊക്കെ മുതിർന്നവർ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അത് ആണ് ഈ പുസ്തകമാക്കിയത്. ഇത് മലയാളത്തിലുള്ള നാടോടിപ്പാട്ടുകൾ, അതും വാമൊഴികളാണ്. പക്ഷേ അത് പുസ്തകങ്ങളാക്കിയ പലരും അത് അച്ചടി ഭാഷയിലാക്കി കളഞ്ഞു. യഥാർത്ഥത്തിൽ നാട്ടുമൊഴികളാണ് നാടോടിപ്പാട്ടുകളുടെ തനി രൂപം. ഇപ്പോൾ എണ്ട പുറമാവേ എന്ന് പറഞ്ഞിരുന്നതിന് എൻ്റെ ബ്രഹ്മാവേ എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല, സൗന്ദര്യം പോയി. എണ്ട പുറമാവേ, എണ്ടച്ചോ, എണ്ട പുറമാവേ. ഈ പുറമാവ് എന്താണെന്ന് കണ്ടെത്തണം, നമ്മൾ ബ്രഹ്മാവാണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതങ്ങനെയുള്ള ആ ഭാഷ തന്നെ വേണമെന്നുള്ള വാശിക്കാരനാണ് ഞാൻ. വേറെ 2 പുസ്തകങ്ങൾ, നാടൻ പാട്ടുകൾ, കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ ഒക്കെ അതിൽ നിന്ന് കിട്ടാവുന്ന അറിവുകളും കൂടെ ചേർത്ത് ഇറക്കിയിട്ടുണ്ട്.
2 പുസ്തകം. അതിലൊന്ന് ചിന്ത പബ്ലിഷേഴ്സാണ് ഇറക്കിയത്. അപ്പോൾ ഇത് നമ്മുടെ നാടോടി പാട്ടുകൾ മുഴുവൻ ശേഖരിച്ചു. ഇതിലുണ്ട് അതിനുള്ള പുസ്തകങ്ങൾ. എനിക്ക് കുട്ടിക്കാലത്തെ വലിയ ഇഷ്ടമാണ് നാടോടി പാട്ട്. അമ്മുമ്മയിൽ നിന്നാണ് കിട്ടിയത് അതെനിക്ക്. അമ്മുമ്മ വീട്ടിൽ ഞങ്ങളെയൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ നാടൻ പാട്ടുകളൊക്കെ പാടി കേൾപ്പിച്ച്. ഓ അത് ഞാൻ ഇപ്പോൾ ഓർമ്മയിലുള്ള അല്ല, പുതിയ പാട്ടുകളുണ്ട്, പുതിയ ശേഖരങ്ങൾ. അന്ന് അമ്മുമ്മ പഠിപ്പിച്ച പാട്ട് ഇപ്പോഴും മറന്നിട്ടില്ലാത്തൊരു 4 വരിയുണ്ട്. അപ്പുപ്പനൊന്നടിച്ചേ അമ്മുമ്മ മുറ്റത്ത് ഉരുണ്ടു വീണേ, മാനമുള്ള അപ്പുപ്പനെ അമ്മുമ്മ പാണനെന്നു വിളിച്ചേ. അമ്മുമ്മ പഠിപ്പിച്ചതാണ്. ഇത് 4 വരി മറന്നിട്ടില്ല. അമ്മുമ്മയെ ഓർക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടൊക്കെയാണ്. പിന്നീട് ഒരുപാട് ഞാൻ ശേഖരിച്ചു നാടൻ പാട്ടുകൾ. ശേഖരിച്ച ഒരു 300ഓളം പുസ്തകം എനിക്കത് മാത്രമുണ്ട്. ആ പുസ്തകങ്ങളിലുള്ള പാട്ടുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലെ വാക്കുകൾ, അർത്ഥതലങ്ങളൊക്കെ ഇങ്ങനെ അതിലുള്ളതാണ്. ഇതും കൈപ്പട തന്നെ. മുഴുവൻ കൈപ്പട തന്നെ വേണ്ട. അപ്പോൾ ഇത് രണ്ടുമാണ് കൈപ്പടയിലുള്ള പുസ്തകം. ഇതിൽ നിന്ന് നമുക്ക് കുറേ വാക്കുകൾ ഉപയോഗിക്കാം ഇനിയും. ഇപ്പോൾ ഞാൻ ഊന്നി കിടക്കുന്ന ഒരു വടിയുണ്ട്. അത് നമ്മളിപ്പോൾ മലയാളം പറയുന്നില്ല ആരും, എല്ലാം വാക്കിംഗ് സ്റ്റിക്കാണ് പറയുന്നത്. അതപ്പോൾ മരിച്ച വാക്കാണ്. നമ്മൾ മലയാളത്തിൽ നല്ല ഒന്നാന്തരം വാക്കുണ്ട്. ഈ നാടോടി പാട്ടുകൾക്കകത്ത്, വടക്കൻ പാട്ടുകൾക്കകത്ത് ആ വാക്കുണ്ട്. അതിൽ നിന്നാണ് ഞാനതേ ഉപയോഗിക്കും ഇപ്പോൾ. നടവടി എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള വടി എന്നർത്ഥം. ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ ഡോർ കർട്ടൻ, അതേ നമുക്കറിയാവൂ. അറയെ മറയ്ക്കുന്നത്. നമ്മൾ ജാഥ വിളിക്കുന്നു. ജാഥ എന്ന് പറഞ്ഞ പേർഷ്യൻ വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മലയാള വാക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. മലയാള വാക്കുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവം വിളംബരം ചെയ്യാൻ വേണ്ടി നടന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് ആളുകൾ. ആർപ്പ് വിളിക്കുന്നത്. ആർപ്പോന്നിങ്ങനെ നടന്നു പോകും. കൊട്ടും വാദ്യവും ഒക്കെ കൂടെ ചേർത്ത് ഇങ്ങനെ പോകുമ്പോൾ വിളിക്കുന്ന വിളി. ആ നടന്ന് വിളിക്കുന്നതാണ് നടവിളി. ജാഥ പോകുമ്പോൾ ആ വിളിക്കുന്ന വിളി നടവിളിയാണ്, നടന്ന് വിളിക്കുന്നത്. അല്ലാതെ നിലവിളിയുണ്ട്. ഈ ഉത്സവപ്പറമ്പിൽ ഉത്സവം അറിയിക്കാൻ പോകുന്ന ആദ്യം ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് ഈ വാദ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ആർപ്പ വിളിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടുള്ള വിളിയാണ് നിലവിളി. നമ്മൾ സാധാരണ ധരിച്ചു വെച്ചിട്ട് ഉറക്ക വിളിക്കുന്നതാണ്. നിന്നുകൊണ്ടുള്ള വിളിയാണ് നിലവിളി. അത് കഴിഞ്ഞിട്ടാണ് നടവിളി കിടക്കുന്നത്. ഇതിൻ്റെ തിരിച്ച് ക്ഷേത്രത്തിൽ വന്ന് അവസാനം ആർപ്പ് വിളിച്ചാണ് ആ അറിയിപ്പ്. ഇതിൻ്റെ ഉത്സവം അറിയിക്കുകയാണ് നാട്ടുകാരെ, അതിനുള്ള വിളി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ നാടോടി പാട്ടുകളിൽ പലയിടത്തായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. നല്ല വാക്കുകൾ. ജയിലിന് നാടോടിപ്പാട്ട്, ഈ വടക്കൻ പാട്ടിൽ ഒരു ഇതുണ്ട്. ജയിലിന്, വിലങ്ങ് വീട് നമ്മൾ ഇനിയും പ്രയോഗിക്കാവുന്ന വാക്കാണ്. അങ്ങനെയുള്ള കുറേ തിരഞ്ഞെടുത്ത് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനിയും പ്രയോഗിക്കാവുന്നത്. ഇതൊക്കെ മരിച്ചുപോയതാണ്. വേണ്ട, ഇതെല്ലാം അതാണ്. നാവ് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാകുക. നാവ് മുളയ്ക്കുക. നീറ്റ് കണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കനൽ കണ്ണ്. നീറ്റ് കണ്ണ് എന്നൊക്കെ പറയുന്നത് കോപം വരുമ്പോൾ ചുമന്ന് തുരുക്കുന്ന കണ്ണ്, അതിനെയാണ് നീറ്റ് കണ്ണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ ഇതിനുണ്ട്. ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഞാൻ ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഇങ്ങനെ ചേർത്ത് ഒരു 100-100ഓളം മാത്രമേ ഇങ്ങനെ എടുത്തുള്ളൂ. ഇതിനകം പരിശോധിച്ചാൽ ഇനിയും കിട്ടും നമുക്ക് ഒരുപാട് വാക്ക്. യഥാർത്ഥത്തിൽ ഭാഷ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഈ ഭാഷാപ്രേമികൾ മാത്രമല്ല, മലയാളികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പഴയ ഭാഷയെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഭാഷ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പഴയ ഭാഷ മുഴുവൻ മരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പട്ടണത്തിനകത്തും പരിഷ്കാരം ഏറ്റവും കൂടുതലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ അച്ഛനും അമ്മയൊക്കെ എന്നേ ചത്തു. അവർ വീട്ടിനകത്ത് മമ്മിയും ഡാഡിയും മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിനകത്ത് ഒരു ഭാഷയല്ല. ഞാൻ പറയുന്ന ഭാഷയല്ല എൻ്റെ മക്കൾ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് കൂടെ കയറിയൊക്കെ വരും സംസാരിക്കുമ്പോൾ. അതിൻ്റെയും അടുത്ത തലമുറ വരുമ്പോൾ ഇംഗ്ലീഷ് ധാരാളം വരും എന്ന് വിചാരിച്ച് നമ്മുടെ പഴയ ഭാഷയെ മറന്നുകൂടാ. അതുകൊണ്ട് വീട്ടിനുള്ളിലെങ്കിലും നമ്മൾ മലയാള ഭാഷ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം.
എങ്കിൽ മാത്രമേ ഭാഷയ്ക്ക് വളർച്ച ഉണ്ടാവില്ലെങ്കിൽ ഭാഷ കുറേ കാലം കഴിയുമ്പം മരിക്കും. മരിച്ച ഭാഷകൾ ഒരുപാടുണ്ട്. സംസ്കൃതം മരിച്ച ഭാഷയാണ്. ഇപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് മോശമെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല, അതും വേണം. പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു ഭാഷയും നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. അത് അതിൻ്റെ ഗുണം പറഞ്ഞവരെ സ്വീകരിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇവരെ ഈ ഭാഷാ സംബന്ധമായിട്ടുള്ള എത്ര പുസ്തകങ്ങൾ? ഞാൻ ഭാഷാ സംബന്ധമായിട്ട് എണ്ണം എണ്ണി നോക്കിയാലേ അറിയാവൂ. പിന്നെ ഇത് 2 പുസ്തകം, പിന്നീട് പിന്നെ നല്ല മലയാളം പരീക്ഷാർത്ഥികൾക്ക്, അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി എഴുതിയാണ്. കേരള സർക്കാർ KAS എന്ന് പറഞ്ഞൊരു പുതിയ പരീക്ഷ IASന് പകരം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ സിലബസ് ഉണ്ടാക്കി. ഞാൻ ആ സിലബസ് തപ്പിപ്പിടിച്ചൊക്കെ കൂട്ടുകാരിൽ നിന്നൊക്കെ കരുതി വാങ്ങിച്ചു, അവരെ സമീപിച്ചിട്ട് വാങ്ങിച്ചു. അതനുസരിച്ച് മാത്രം തയ്യാറാക്കിയ പുസ്തകമാണ് നല്ല മലയാളം പരീക്ഷാർത്ഥികൾക്കെന്നുള്ളത്. അതിൻ്റെ സിലബസ് അനുസരിച്ച് മാത്രം ഈ വിപരീത പദങ്ങൾ, നാനാർത്ഥം, അതൊക്കെ അതിലും വരും. അത് എഴുതിയതാണ്. നല്ല മലയാളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാറ് തന്നെ ഇവിടെ പറഞ്ഞു. അതെ. അപ്പോഴും സാറ് അടങ്ങുന്ന ഒരു നല്ല ഒരു ടീം മലയാളം പള്ളിക്കൂടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ്? വീട്ടിൽ മലയാളം പറയുന്നില്ല, പള്ളിക്കൂടത്തിലും ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ, മലയാളം പാടില്ല എന്ന് ബോർഡ്. ഇങ്ങനെ മലയാളത്തിനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ IAS അക്കാഡമിയിൽ 3 വർഷം മലയാളം പഠിപ്പിക്കാൻ ഞാനും എഴുമറ്റൂരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ച ഒരു കുട്ടിയാണ് ഇതിൻ്റെ കാരണക്കാരി, ആ പള്ളിക്കൂടം തുടങ്ങാൻ കാരണക്കാരി. മണിക്കുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന ആ കുട്ടിയെ. അവൾ ഒരു ദിവസം പട്ടം പ്ലാമൂട് ജംഗ്ഷനിൽ ബസ് കാത്ത് നിന്ന കുട്ടികളെ മുഴുവൻ വീട്ടിൽ കയറ്റി വിടുന്നത് വരെ, ബസ് കയറ്റി വിടുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വന്നു. ബസ്സിലെ ബോർഡ് വായിക്കാൻ ആ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ, മറ്റുള്ള കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ഇവൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടി ആയതുകൊണ്ട് വായിക്കാൻ അറിയാം. അപ്പോൾ ഇത് കുട്ടി മനസ്സിലാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് വരുമ്പോൾ, ഓരോ ബസ് വരുമ്പോഴും ഓടും, അതിൻ്റെ ബോർഡ് നോക്കി ഓടും, ഒന്നിലും കയറുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായിട്ട് അവളവിടെ നിന്നുള്ള കൂട്ടുകാരികളും കൂടെയാണ്, അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. എല്ലാ കുട്ടികളെയും ആ ബസ്സിൽ കയറ്റി അയച്ചിട്ട് അവൾ വീട്ടിൽ ചെന്നവൻ താമസിച്ചപ്പോൾ വീട്ടുകാർ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു. ഇങ്ങനെ മലയാളം അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബോർഡ് വായിക്കാറിയാതെ ഓടി അവളെ കയറ്റി വിട്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അവർക്ക് അപ്പോൾ ശകാരമൊക്കെ മാറിയിട്ട് അവർ രണ്ടുപേരും, ഒന്ന് ഗോപി നാരായണൻ എന്ന് പറയുന്ന ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഇപ്പോൾ ജനറൽ മാനേജറാണ്, മറ്റേ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ജെസ്സി നാരായണൻ, മലയാളം ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. എന്തോ ജോലി, പിന്നെ ഈ നമ്മളെ ലാ അക്കാഡമിയിൽ എന്തോ ജോലിയുമുണ്ട്. അപ്പോൾ അവരും രണ്ടുപേരും കൂടെ നേരെ ONV സാറിനെ പോയി കണ്ട് ഈ ദുസ്ഥിതി ഒന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹം നിർദ്ദേശിച്ച പരിഹാരമാണ് മലയാളം അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പള്ളിക്കൂടം തുടങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുൻകൈ എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ പറയാം, അന്ന് തുടങ്ങിയപ്പോൾ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചെയർമാൻ മധുസൂദനൻ നായർ സാറായിരുന്നു. പിന്നീട് അദ്ദേഹം രാജിവെച്ചു. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ ഭട്ടതിരി സാറാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയാണ് അത് നടത്തുന്നത്. അത്രയും നല്ല പ്രഗത്ഭരായ ആളുകളാണ്. ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അതിൻ്റെ ഇപ്പോൾ രക്ഷാധികാരി. അവരൊക്കെ കൂടെ ചേർന്ന് തുടങ്ങിയതാണ്. അപ്പോൾ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യുന്നത് കുട്ടികളെ വന്നിട്ട് തരംതിരിക്കും. അവരെ പിന്നെ മലയാളം പറയിച്ചും ഒക്കെ അവരുടെ മലയാളത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രം ഉണ്ടെന്നറിയാൻ വേണ്ടി പരിശോധിച്ച് 4 തട്ടുകളായിട്ട് തിരിക്കും. 1 അക്ഷരക്കളരി 1, 2 അക്ഷരക്കളരി 2, മൂന്നാമത്തെ ഭാഷാ പഠനക്കളരി 1, പിന്നെ ഭാഷാ പഠനക്കളരി 2, പിന്നെ സാഹിത്യക്കളരി. ഇങ്ങനെ 5 തട്ടായിട്ട് തിരിച്ചിട്ട് അവരെ കുട്ടികളെ തിരിക്കും. എന്നിട്ട് എല്ലാവരെ കൊണ്ടും മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാത്ത മുഴുവൻ കുട്ടികളെ കൊണ്ടും നമ്മൾ സ്ലേറ്റിൽ എഴുതിക്കും. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ലേറ്റല്ല, റീപ്പർ, നല്ല പലകയിൽ ഹാർഡ് ബോർഡിൽ
റീപ്പർ വെച്ച് അടിച്ച് നിറച്ച് മണലിട്ട് വെച്ചിരിക്കുന്ന സ്ലേറ്റ്. അങ്ങനെ ഒരു 10-50 സ്ലേറ്റ് ഉണ്ട്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഈ പറയുന്നത്, സാറ് പറയുന്നത്. അതാണ്. അപ്പോഴും ഒത്തിരി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ നാടക നടൻ കൂടിയായിരുന്നു എന്നുള്ളത്. നാടകത്തെ പറ്റി താങ്കൾക്ക് വലിയൊരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു സ്നേഹം നാടകത്തോടുണ്ട് എന്ന് താങ്കളുടെ പലതരത്തിലുള്ള പോസ്റ്റിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ ഉള്ള പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ നാടകത്തെ എത്രത്തോളം സ്നേഹിക്കുന്നത്? നാടകം ഞാൻ കുട്ടിക്കാലം മുതലേ നാടകത്തിലേക്ക് വന്നത് എൻ്റെ അമ്മുമ്മയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നാടൻപാട്ട് പറഞ്ഞു തരുന്ന അമ്മമ്മയ്ക്ക് ഒരു ഏകദേശം ഒരു 6 അടി പൊക്കമുണ്ട്, കുനിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ എന്ത് പറഞ്ഞാലും ആക്ഷൻസ് ഇട്ടേ പറയുള്ളൂ. പണ്ട് പിന്നെ കള്ളു കുടിക്കാൻ പോയ കഥയൊക്കെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കണ ഈ ചട്ടയൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ കെട്ടി പോയ പോക്കൊക്കെ കാണിച്ച് തന്നെ. അപ്പോൾ അത് എൻ്റെ മനസ്സിലത് കൊണ്ട് അത് ഞാൻ അങ്ങനെ കണ്ണട്ടിരിക്കുകയായിരുന്നു. അന്നെനിക്ക് 10-12 വയസ്സപ്പൊക്കെ ഉള്ളപ്പോഴാണ് അമ്മൂമ്മ മരിക്കുന്നത്. അതുവരെ കുട്ടിയായിരിക്കുമ്പോഴേ അമ്മൂമ്മയോട് തലയിൽ പതിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അത് ഇങ്ങനെ പിന്നെ ഞങ്ങളെ എല്ലാവരെയും ഇല്ല, ഞാനും അണ്ണനും അമ്മുമ്മ കുട്ടിക്കാലപ്പോൾ ഞങ്ങളെ കഥകളി കാണാൻ കൊണ്ടുപോകും. എവിടെയൊക്കെ കഥകളി ഉണ്ടോ അമ്മുമ്മ പോകും. അതിൽ ആടരങ്ങിൻ്റെ മുമ്പിലായിരിക്കും ഞങ്ങൾ. അമ്മുമ്മ ചെന്ന് ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് ഓരോ കഥാപാത്രം വരുമ്പോഴും അമ്മുമ്മ പറഞ്ഞു തരും, കഥയെ പറഞ്ഞു തരും. അതൊക്കെ കണ്ട് കഥകളിയും ഈ നാടകവും ഇതൊക്കെ അമ്മുമ്മയുടെ അഭിനയമൊക്കെ കണ്ടപ്പോൾ നാടകത്തിനോട് പ്രത്യേകത തോന്നി. അതേസമയം ഈ പള്ളിക്കൂടത്തിലെ അവിടുത്തെ പ്രഥമ അധ്യാപകൻ ഉൾപ്പെടെ ആയപ്പോൾ എത്രത്തോളം കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്? അത് ഞാൻ അധ്യാപകനായ 1957 പിന്നെ നവംബർ 21-നാണ് തിരുവനന്തപുരത്തെ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അധ്യാപകനാകുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്കൂളിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ എന്നെ 4-ാം ക്ലാസ്സിലാണ് കൊണ്ടുവന്ന് പഠിപ്പിക്കാനായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഒരു കസേര അവിടെ, കൈയുള്ള ഒരു കസേര അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് അതിൽ ഇരിക്കാൻ പോയപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അതിലിരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം. എന്താണ് സാർ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന കുട്ടികൾക്കൊന്നും ആ കാര്യം അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതോടുകൂടി ആ കുട്ടികൾ അന്തം വിട്ടുപോയി. ഇത് ഇന്നത്തെ സിനിമാ നടൻ സത്യൻ ഇരുന്ന കസേരയാണ്. സത്യൻ ഈ 4-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ അതിലിരിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുട്ടികൾക്ക് ഒരു പുതിയ അറിവാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, സാർ ഇത് ഇവിടെ ഇടാനുള്ളതല്ല, ഇത് ഓഫീസിൽ അതിലൊരു കുറിപ്പോട് കൂടി അവിടെ വയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് ഉള്ളിത്തൊക്കെ പോയി, എത്രയോ വർഷമായി. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപകൻ അവിടുത്തെ. 19 വയസ്സേ ഉള്ളൂ എനിക്ക്. ബാക്കി എല്ലാവരും പ്രഗത്ഭന്മാർ, എല്ലാം കമ്മ്യൂണിസം അടിച്ചു കലക്കി കുടിച്ച ആളുകളാണ് അവിടെ ഇരുന്നത്. ലൂസിയരൻ നായർ, ബേട്ടി, ഹരിഹരൻ, വെങ്കടാചലം തുടങ്ങി ഇങ്ങനെ ഒരുപാട് അധ്യാപകർ. അവരുടെ ഈ ക്ലാസ് ഇല്ലാത്ത പീരീഡിൽ ടീച്ചേഴ്സ് റൂം സജീവമായിരിക്കും. ഇരിക്കുന്ന സാറന്മാരെല്ലാം ചർച്ച ചെയ്യുന്ന 2 വിഷയമേ ചർച്ച ചെയ്യൂ. ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങളിലെ സംശയങ്ങൾ അവിടെ വെച്ച് തീർക്കും. എപ്പോഴും അവിടെ സജീവമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ അനുഭവം എനിക്ക് അധ്യാപനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കി. അവിടെ നിന്ന് 60 ഞാൻ പ്രൈമറി അധ്യാപകനായിട്ട് കാഠിന്യംകുളം SKV LPSലായി. പിന്നെ അയിരൂപ്പാറ, കാട്ടായിക്കോണം, കന്യാകുളങ്കര, വീണ്ടും കാട്ടായിക്കോണം, ഇങ്ങനെ അവിടെ കിടന്ന് ചുറ്റിയതേ ഉള്ളൂ. ഒരുപാട് പള്ളിക്കൂടത്തിൽ പോയില്ല. ഒരു പള്ളിക്കൂടത്തിൽ ഒരു 10-15 വർഷമൊക്കെ 10-12 വർഷമൊക്കെ ഇരിക്കും. അങ്ങനെ കന്യാകുളങ്കര ഇരുന്നപ്പോഴും ഏത് പള്ളിക്കൂടത്തിലിരുന്നാലും കുട്ടികൾ ഈ ഒരു 2 പീരീഡ് ഇങ്ങനെ മാറ്റി വയ്ക്കും. ഈ കുട്ടികളെ നമ്മൾ അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അധ്യാപനത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് കുട്ടികളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം. ഈ നാടകവും എഴുത്തും, അപ്പോൾ സാഹിത്യപരമായിട്ടുള്ള കഴിവ്, അതിനും അപ്പുറം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോൾ ചിത്രരചന. അത് എങ്ങനെയാണ് അതിലോട്ട് കടന്നു വരാനുള്ള കാര്യം? ഈ കയ്യെഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ചിത്രകാരൻ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ. അത് കുട്ടിക്കാലം മുതലേ എനിക്ക് ചിത്രം എഴുത്ത് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ നാടകം വായിക്കാനും ചിത്രം എഴുതാനുമാണ് സമയം കണ്ടെത്തിയത്. അന്നൊന്നും ചിത്രരചനയെക്കുറിച്ചൊന്നും അറിയില്ല. പല പടങ്ങളും കണ്ടിട്ട് അതുപോലെ നോക്കി വരയ്ക്കുകയാണ്.
എന്നിട്ട് ഞാൻ പിന്നീട് ഇതുവരെയും സാങ്കേതികമായിട്ട് പഠിച്ചിട്ടില്ല. അത് അതിനൊരു കാരണക്കാരനുണ്ട്, അത് ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. ഇങ്ങനെ വരച്ചാണ് അതിനോട് താല്പര്യം വന്നത്. ഇപ്പോൾ സ്കൂളിൽ മുസ്ലിം ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഈ സാറന്മാർ, സയൻസ് പഠിപ്പിക്കുന്ന സാറന്മാർ എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് എൻ്റെ വരപ്പ് നോട്ട് ബുക്കിലെ വരപ്പ് കണ്ട് മനസ്സിലാക്കി അതിൽ താല്പര്യമുണ്ടെന്ന്. അവർ അതിൽ ഒരു രാജപ്പൻ നായർ സാറ്, പിന്നെ നാരായണൻ നായർ സാറ് സയൻസ്, സുവോളജിയും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന അദ്ദേഹമാണ്. അന്ന് ഇങ്ങനെയായിരുന്നു വിഷയം. അപ്പോൾ അദ്ദേഹം പറയും, നിനക്ക് പടം വരയ്ക്കാൻ അറിയില്ല, നീ ഈ പള്ളിക്കൂടത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലും പോയി പടം വരയ്ക്കണം. ഞാൻ അവരുടെ പറയും, പീതാംബരം വന്ന് ഇതെല്ലാം വരച്ചിട്ട് തരും, ഭാഗങ്ങളും അടയാളപ്പെടുത്തി തരുമെന്ന്, നീ പോയി പഠിപ്പിക്കണം. ഞാൻ അപ്പം എനിക്ക് സമയം കിട്ടും, ഇല്ല പഠിപ്പിക്കാൻ സമയം കിട്ടും എന്ന് പറയും. ഞാൻ പറഞ്ഞു, എനിക്കത് വലിയ ഇഷ്ടമായി. 1500ഓളം കുട്ടികൾ പഠിക്കുന്നിടത്ത് എല്ലാ ക്ലാസ്സിലും ഞാൻ ചെന്ന് കയറി പടം വരയ്ക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് അല്ലേ. എനിക്കൊരു വലിയ ഒരു ആവേശമായി. എല്ലാ ക്ലാസ്സിലും പോയി പടം വരച്ചു. അങ്ങനെ പടം വരപ്പിൽ കൂടുതൽ പ്രാക്ടീസ് കിട്ടിയത് ആ സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ആ പരിശീലനം കിട്ടി. പിന്നെ കിട്ടുന്ന ഞങ്ങളെ പന്തലക്കോട്ട് കലാസമിതിയിൽ ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങി. അത് മുഴുവൻ കയ്യക്ഷരം, എൻ്റെ കയ്യക്ഷരവും എൻ്റെ പടം വരപ്പുമാണ്. കവർ പേജ്, മുഖചിത്രം ഉൾപ്പെടെയെല്ലാം. അത് അവിടെ അടുത്ത് കൊഞ്ചറ ഒരു കലാസമിതിയിലെ കലാങ്കുരം എന്ന് പറഞ്ഞൊരു, കൈരളി ബാലകലാസമിതി, അതിൽ കലാങ്കുരം എന്ന് പറഞ്ഞൊരു കയ്യെഴുത്ത് മാസികയുണ്ട്. അതിൻ്റെ ചിത്രകാരനുമായിരുന്നു ഞാൻ. അപ്പോൾ പടം വരപ്പ് ഒരു ജീവിതത്തിൻ്റെ ഒരു വശമായി. വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറ് ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ്. നാടക നടൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, ചിത്രകാരൻ, എന്നാൽ ഒരു സർവകലാ വല്ലഭൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് തന്നെയല്ല, സത്യത്തിൽ അതാണ്. മനോഹരമായിട്ടുള്ള ഈ പീതാംബര സാറിൻ്റെ മായാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.